ഡോക്യുമെന്റ്സ് ഒക്കെ വക്കീലിനെ കാണിച്ചു, ഒക്കെ ടീക്കാ. ഇനി നമുക്കൊരു പേരിടണം. എന്റെ പേര് അച്യുത മേനോന്നാ. അത് നേരത്തെ പറഞ്ഞിരുന്നല്ലോ. ഇനി ആർക്കാ പേര്? തനിക്ക് ഇതുവരെ പേരിട്ടു? അയ്യോ, പേരിടുകയെന്ന് വെച്ചാ ഞങ്ങള് ബ്രോക്കർമാരൊരു പ്രയോഗ, വിലയിടുകയെന്നാ ഉദ്ദേശിക്കുന്നത്. നിങ്ങളാ ഉമ്മറത്തേക്ക് ഇരിക്കേ പോരാ. ശരി, ഓക്കെ. ആകെപ്പാടൊരു ദാരിദ്ര്യം കാണാനുണ്ട്. മക്കള് വിദേശത്താണെന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ ഒരു പുഷ്ടിപ്പ് കാണാനില്ല. വീട്, അച്ഛനമ്മമാർ, പഴയ ഓട്ടുപാത്രങ്ങൾ, ഫർണിച്ചർ, ഇതൊക്കെ വിട്ടിട്ടാണല്ലോ മക്കള് വിദേശത്തേക്ക് പോകുന്നത്. സെന്റിനൊരു 9-10 വരെയൊക്കെ തന്ത ചോദിക്കും കേട്ടോ. ആള് റിട്ടയർഡ് പുലിയാ. 6ാം വാരിക്ക് പൂട്ടിട്ടാലേ വീഴൂ. വെക്കാൻ തീരുമാനിച്ച ശേഷം 2 കൂട്ടർ വന്നിരുന്നു. സെന്റിന് 6 ലക്ഷം വരെ അവര് കണ്ടുള്ളൂ. അതിനൊന്നും ഏതായാലും കൊടുക്കാൻ ഉദ്ദേശമില്ല. അല്ല, ഇപ്പൊ മൊത്തത്തില് മാർക്കറ്റ് കുറച്ചിട്ടല്ല. ദുബായ്ക്കാരെ തള്ളിച്ചങ്ങ് തീർന്നല്ലോ. കൊമേഴ്ഷ്യൽ കെട്ടിടങ്ങൾ പണിയാനാണെങ്കിൽ ഇപ്പൊ കോർപ്പറേഷന്റെ ഓരോ ഗുലുമാല് നിയമങ്ങളും, ഇത്ര ഏരിയ കാർ പാർക്കിംഗ്, ഇത്ര നില, ഇത്ര അടിത്താഴ്ചയില് പൈലിംഗ്, തേങ്ങാക്കൊല, പിന്നെ വീട് വെച്ച് താമസിക്കാൻ ഇപ്പൊ സിറ്റിയുടെ നടുക്ക് അങ്ങനെ ആർക്കും താല്പര്യമില്ല. ഒന്നാമത് ഈ കള്ളന്മാരുടെ ശല്യം. ഈ മതി മതി. നിങ്ങൾ ഈ ബ്രോക്കർമാരുടെ സ്ഥിരം ഡയലോഗ് എന്നോട് വേണ്ട. എനിക്കത് കേൾക്കാനുള്ള സമയമില്ല. കറക്റ്റ്. ഞാനൊരു വില പറയും. അത് നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ ബാക്കി കാര്യങ്ങളിലേക്ക് കേടാം. ഓ, സാറ് പറഞ്ഞോളൂ. എനിക്ക് സെന്റിന് 8 ലക്ഷം റുപ്യ കിട്ടണം. 8? അയ്യോ, 8 എന്നൊക്കെ പറഞ്ഞാല് ഞങ്ങൾക്ക് ഇനി നിങ്ങളുടെ ചാൻസാണ്. എത്രയാ നിങ്ങൾ കാണുന്നത് പറഞ്ഞു. ഇനി ആരോടെങ്കിലും ആലോചിക്കാനുണ്ടെങ്കിൽ അതൊക്കെ കഴിഞ്ഞിട്ട് വന്നാൽ മതി. ഒരു മിനിറ്റ്. രാൻക, ഞങ്ങള് സ്പോട്ടിലുള്ളത്. നമുക്ക് ഫൈനൽ എന്ത് പറയാം? ജോയെ, ജയപ്രകാശ, നമുക്ക് എത്രക്ക് പിടിക്കാം? അവനോട് 9 എന്ന് പറയാം. സിറിയക്ക് 11 വരെ ഓക്കെയാണ്. ഒരു 9 മുറിക്കാൻ നോക്കണം. അതിന് താഴെ പിടിക്കാൻ നോക്കിയാല് അത് നിങ്ങക്ക്. രാൻക പറഞ്ഞ വാക്ക് മാറ്റൂലെന്നറിയാം, എങ്കിലും ചോദിക്കുക. വാക്കാണല്ലേ. ഓ, അപ്പൊ എങ്ങനെ ഭായി? നിങ്ങൾ പറയുന്ന വിലക്ക് കോഴിക്കോട് അങ്ങാടില്ലെങ്കിൽ സ്ഥലം കിട്ടൂലെന്ന്. അതിപ്പോ കൊയിലാണ്ടിയോ പയ്യോളിയോ മാവിലായിലോ മറ്റോ നോക്കേണ്ടി വരും. അതെ, കേൾക്കുമ്പോ കൂടുതലാണെന്ന് തോന്നും, പക്ഷെ നാളെ മറച്ചു വെച്ചാൽ അതിന്റെ മുകളിലോട്ടിലേ പോകാൻ പോകുന്നത്. ഞാൻ മൂപ്പറുടെ മുമ്പിലാ നിൽക്കുന്നത്. ആ വില അങ്ങോട്ട് പറയാൻ പോവാണ്. നിങ്ങൾക്ക് പറ്റിയാ നോക്കിയാലേ പാർട്ടി പറയുന്നുണ്ട്. ഓ എന്റെ മേനോ സാറേ, ഞാനൊരു വില അങ്ങോട്ട് പറയാം. കച്ചവടം നടക്കാൻ വേണ്ടിയാ. മിനിമം സമയത്തിനാ എന്ന് വെച്ചാ 1 മാസത്തിനുള്ളിൽ സംഗതി തീർക്കാം. വില പറ. സെന്റിന് ഒരു 7.5 ലക്ഷം. 7.5? നല്ല ടോപ്പ് വിലയാണ് സാർ, കൈനീട്ടിക്കോളി. രജിസ്ട്രേഷൻ 1 മാസത്തിനാവും. കബൂൽ. എന്റെ MBBS 2008 ബാച്ചിന്റെ ഗെറ്റ് ടുഗദർ എനിക്ക് പോയേ പറ്റൂ. നീ കൂടെ വരും വേണം. അതെന്തിനാന്നാ ഞാൻ ചോദിക്കുന്നത്. ഈ ഡോക്ടർമാരുടെ ഇടയിൽ വന്ന് കിടന്ന് ഞാൻ എന്തുണ്ടാക്കാനാ? മൈസൂർ ദസറയ്ക്ക് നായി കുടുങ്ങാന്നൊരു പ്രയോഗമുണ്ട്. അതുപോലാകും എന്റെ അവസ്ഥ. എടാ, എന്റെ ബാച്ചിൽ കല്യാണം കഴിഞ്ഞൊരു, എൻഗേജ്മെന്റ് കഴിഞ്ഞൊരു എല്ലാവരും വരുന്നുണ്ട്. ഞാൻ മാത്രം എങ്ങനെ തനിച്ചു പോവും? ഒക്കെ നീ ചെയ്ത ചതിയല്ലേ. എന്ത് ചതി? ഇടി SSLC പാസ് ആവല്ലേ എന്ന് ഞാൻ നിന്നോട് പറഞ്ഞു. നീ പാസ്സായി. പ്രീ ഡിഗ്രിക്ക് പോകല്ലേ എന്ന് ഞാൻ നിന്നോട് പറഞ്ഞു. നീ പോയി. MBBSന് ചേരല്ലേ എന്ന് ഞാൻ നിന്നോട് പറഞ്ഞു. നീ ചേർന്നു. നീ പേടിക്കണ്ട. നിന്നെ ഫ്രണ്ട്സിനെ പരിചയപ്പെടുത്തി കൊടുക്കുമ്പോ നീ വലിയ റിയൽ എസ്റ്റേറ്റ് ഡീലറാണെന്ന് ഞാൻ പറഞ്ഞോളാം. 2 കണ്ടീഷൻ ഉണ്ട്. സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ വരാം. എന്താ? അവിടെ ആർക്കും എന്നെ പരിചയപ്പെടുത്തി കൊടുക്കരുത്. പിന്നെ 2 വിട്ടിട്ടേ ഞാൻ വരൂ. 2 പാടുള്ളൂ. ഹൈ, കാശ് നീയല്ലേ കൊടുക്കുന്നത്, അപ്പൊ എണ്ണോ നിനക്കെന്നെ തീരുമാനിക്കാമല്ലോ. എന്തേ? കുറച്ച് കാലായി ഡോക്ടർമാർക്ക് ഇട്ടൊരു പണി കൊടുക്കണമെന്ന് വിചാരിക്കുന്നു. ഇന്ന് പണി പാളും മോളെ. മോനെ JP, സാറേ, ഇതങ്ങോട്ട് പിടിച്ചോളി. 5 ലക്ഷം ഉണ്ട്, ഒരു ടോക്കൺ. ഞാൻ ചോദിച്ചില്ലല്ലോ. കാര്യങ്ങൾ വ്യവസ്ഥയായ സ്ഥിതിക്ക് അങ്ങനെ ഒരു ചടങ്ങുണ്ടല്ലോ. നിങ്ങൾ രജിസ്ട്രേഷൻ വേഗം നടത്തിയാൽ മതി. ഇത്രയും പണം എനിക്കിവിടെ സൂക്ഷിക്കാനാവില്ല. അത് കൈക്കലാക്കാൻ ആരെങ്കിലും എന്നെ കൊന്നും തന്നെ വരും. വേണ്ട. അല്ല, ഈ ക്യാഷ് സാറ് വീട്ടിൽ വെക്കണ്ട, ബാങ്കിലിടാലോ. എനിക്കതിന് ബാങ്ക് അക്കൗണ്ട് ഒന്നും ഇല്ലിപ്പോ. പിച്ചക്കാർക്ക് വരെ ബാങ്ക് അക്കൗണ്ടും ATM കാർഡും പാൻ നമ്പറുള്ള കാലം. ഇൻകം ടാക്സ് റേറ്റ് വേറെ. ഏതായാലും ഒരു അക്കൗണ്ട് അങ്ങോട്ട് തുടങ്ങാം. ഇനിയിപ്പോ വലിയ പേയ്മെന്റ് ഒക്കെ വരാനുള്ളതല്ലേ. അതൊക്കെ എനിക്കതിന് ഫോർമാലിറ്റീസ് ഒക്കെ ചെയ്യാൻ ആരുമില്ല. സഹായത്തിന് അത് സാറ് വിട്.
ഒരൊറ്റ ഫോൺ കോള് ബാങ്ക് ഇവിടെ എത്തും. ഐ. Need all your money, I never tell you honey. Grab all your body and treat you like a honey. We need all your money, and every time you honey. You grab all your money and treat you like a honey. Make money, money. Make money, money. Make money. Money. മര്യാദക്ക് ഇരുന്ന് തിന്നൂടെ കുട്ടികളെ നിങ്ങൾക്ക്? ഒരു തൊന്തക്കാലിലും ഒരുത്തി പടാപ്പുറത്തും. അമ്മേ വധു ഡോക്ടറാണ്. എന്താ? അല്ല, ഞാൻ പഴയ പടത്തിന്റെ പേര് പറഞ്ഞതാ. അതിപ്പോ പറയാൻ കാര്യം? അതിന്റെ സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട്. പേരെന്താന്നറിയോ? വരൻ SSLCയും ഗുസ്തിയും. പൊടി പട്ടി. ബീനയുടെ വീട്ടുകാരെ സമ്മതിച്ചിട്ട് ഈ കല്യാണം നടക്കുമെന്ന് വല്ല പ്രതീക്ഷയുണ്ടോ? അവളുടെ അച്ഛൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം യാതൊരു പ്രതീക്ഷയ്ക്കും വകയില്ല. അയാൾ ഈ അടുത്ത കാലത്തൊന്നും ചാവൂന്നുള്ള യാതൊരു പ്രതീക്ഷയും വേണ്ട. ചാകാൻ പരിപാടിയൊന്നും ഇല്ലെങ്കിൽ തട്ടിക്കളെ ആരെങ്കിലും വിട്ടു. ആരാ? പ്രദീപേ. കൊലപാതകം ആസൂത്രണം ചെയ്യുമ്പോഴേക്കും പോലീസ് എത്തിയോ? എന്താ യൂണിഫോമില്? വായിരിക്കും, ചായ കഴിക്കാം. അമ്മേ. ഓൺ ഡ്യൂട്ടിയാ. നീ അത് കഴിച്ചു കഴിഞ്ഞിട്ട് വാ. ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താടാ പ്രശ്നമെന്ന് വെച്ചാ പേടിക്കാനൊന്നുമില്ല. ആ നടക്കാവിലെ പ്രോപ്പർട്ടി വിറ്റിന്റെ ചെറിയൊരു ഇഷ്യൂ. എനിക്ക് ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. കമ്മീഷണർ ഏസിമാരും ഫുൾ ടീം സ്പോട്ടിലുണ്ട്. നിന്നെ CHനെ വിളിപ്പിക്കാൻ പറഞ്ഞു. എന്താ പ്രദീപേ? പ്രശ്നമൊന്നുമില്ല ടീച്ചറെ, ഒരു സ്റ്റേറ്റ്മെന്റ് എടുക്കാനാ. നടക്കാവിലെ മേനോൻ സാറിന്റെ പണി പാളിയോ? ഞാൻ ദാ വരുന്നു. അല്ല, കുഴപ്പമൊന്നുമില്ലല്ലോ പ്രതിഭേട്ട? ഛേ, ഒന്നുമില്ലെന്നേ. നടക്കാവ്. ഓവർ. വിജയ സർ, എന്താ സംഗതി? സർ, ഈ വീട് വിൽപ്പന ചെയ്തതിന്റെ പ്രശ്നം. വീട് ആര് വിറ്റു? സർ, വിദേശകാര്യ സെക്രട്ടറി ചന്ദ്രശേഖർ മേനോന്റെ തറവാട് വീടായത്. അതറിഞ്ഞു. ഈ കമ്മീഷണർ കലക്ടർ ഓടി വന്നത് അതുകൊണ്ടാണല്ലോ. ആർക്കാ വിറ്റത്? ആരാ വിറ്റത്? സർ, മൂപ്പരുടെ അച്ഛൻ തന്നെയാ സംഭവം കച്ചവടാക്കിയത്. യെസ്, ഓഫ് കോഴ്സ്. ബയോളജിക്കലി ഹി ഈസ് മൈ ഫാദർ. എൻ്റെ അച്ഛൻ തന്നെയാണ് അദ്ദേഹം, ദിസ് അച്യുത മേനോൻ. എൻ്റെ ഒരു സ്കൂൾ ഫൈനൽ കാലത്ത് വീട് വിട്ടുപോയ അദ്ദേഹത്തെ പിന്നെ ഞാൻ കാണുന്നത് അമ്മയുടെ ബോഡി ബറി ചെയ്യുമ്പോൾ ശ്മശാനത്തിൽ വെച്ചാണ്, കാഴ്ചക്കാരുടെ കൂട്ടത്തിൽ. അപ്പോഴേക്കും ഞാനും അനിയത്തിയും അറിഞ്ഞിരുന്നു അച്ഛനും അമ്മയും ലീഗലി സെപ്പറേറ്റഡ് ആയിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് എന്ന്. പക്ഷേ അമ്മ അത് ഞങ്ങളെ അറിയിച്ചിരുന്നില്ല. എനിവേ, അനിയത്തി US-ലേക്കും ഞാൻ ഡൽഹിയിലേക്കും തിരിച്ചു പോകുന്നതിന് മുമ്പ് അദ്ദേഹം വീണ്ടും കാണാമെന്ന്. താമസിക്കാൻ ഒരു ഷെൽട്ടർ വേണമെന്ന് പറഞ്ഞപ്പോഴാണ് ഇവിടെ തങ്ങിക്കോളാൻ ഞാൻ അനുവാദം കൊടുത്തത്. ഇപ്പോൾ ലക്കിലെയാണ് ഞാൻ അറിഞ്ഞത് ഇത് വിൽക്കാൻ അദ്ദേഹം നടത്തിയ പ്ലാൻ. ബട്ട് ഹി കാൻ ഡു ദിസ്. അതിന് അദ്ദേഹത്തിന് യാതൊരു അധികാരവും അവകാശവുമില്ല. ഒരു ബയർ വന്ന് ടോക്കൺ അഡ്വാൻസ് എന്തോ കൊടുത്തു എന്നാ അറിഞ്ഞത്. 5 lakhs. യെസ്, അത് അദ്ദേഹം ഏതോ ന്യൂ ജനറേഷൻ ബാങ്കിൽ ഐഡിയ. അതെ, അവിടെ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുക. അതിൽ നിന്ന് എന്താ ഒരു 25,000 മാത്രം എടുത്തിട്ടുണ്ട് അദ്ദേഹം. അത് ആ ബയേഴ്സിന് തിരിച്ചു കൊടുക്കണം. ആ 25,000 ഞാൻ തരാം. സർ, ആ കക്ഷികൾ വന്നിട്ടുണ്ട്. സ്ഥലം മേടിച്ചു എന്ന് പറയുന്ന. വിളിക്കേ സർ. നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായല്ലോ സർ? അദ്ദേഹം ഒപ്പിട്ട് തന്ന എഗ്രിമെന്റ് ഒറിജിനൽ കോപ്പിയുമായി നോർത്ത് AC-യുടെ ഓഫീസിൽ വരണം. മനസ്സിലായോ? വരാം സർ. ബാങ്കിലിട്ട് എമൗണ്ട് എടുക്കണം, എന്നിട്ട് അത് ഇവർക്ക് തിരിച്ചു കൊടുക്കണം. ഒരു ചെക്ക് ലീഫ് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും ഒപ്പിട്ട് വാങ്ങിയിട്ടുണ്ട് സർ. ബാങ്കിൽ ബാലൻസ് ഉള്ള തുക എഴുതി വാങ്ങിക്കാൻ. അല്ല, മൂപ്പർക്കിത് വിൽക്കാനുള്ള അവകാശമില്ലെന്ന് മനസ്സിലായി. സാറിന് ഇതിൽ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ആ പറഞ്ഞ വിലയ്ക്ക് തന്നെ മുറിക്കാം.
ബാംഗ്ലൂർ പാർട്ടി ഇപ്പോഴും റെഡിയാണ്. ഞങ്ങൾക്ക് ഇത് ആരാണെങ്കിലും കച്ചവടം നടന്നു കിട്ടിയാൽ മതി. മൂപ്പരോട് ഞാൻ 7 എന്ന് പറഞ്ഞ് നിങ്ങൾ കാര്യാക്കണ്ട. നമുക്കിതൊരു 8:15. ആ നമുക്കൊരു സിറ്റിംഗിൽ തീർക്കേണ്ട കാര്യമുള്ളൂ. എന്തേ വിളിച്ചോണ്ട് പോടോ. ഹലോ, പുറത്തേക്ക് പോണം. അല്ല സാർ, പോവാനല്ലേ പറഞ്ഞത്? തന്നോടും കൂടിയാ പോടോ. പറഞ്ഞാ മതി, പോയിക്കോളാം. വൺ മോർ തിങ്, മീഡിയ ഒരു തരത്തിലും അറിയരുത് കേട്ടോ. അത് നിങ്ങൾ രണ്ടുപേരും വേണം ശ്രദ്ധിക്കാൻ. അങ്ങനെ പവനായി ശവമായി. ഒരു തേമ്പങ്ങ് തേമ്പിയാലല്ല ഇരിക്കും. നോക്കിയേ കാർക്കോടകൻ. പാവം. പാവോ? എന്തു പാവം? മക്കളെയും പറ്റിച്ച് വീട് വെക്കാൻ നോക്കി ഇയാളോ ഫ്രോഡ്. മക്കള് ഈ സാധുവിനോട് ഉപേക്ഷിച്ചിട്ട് പോയതാ മകൻ. ഇവനൊക്കെ ഒരു പട്ടിയെ പോറ്റുന്ന ചെലവുണ്ടാവില്ലല്ലോ സ്വന്തം തന്തയെ പോറ്റാൻ. കോട്ടും സൂട്ടും ഇട്ട് മറയ്ക്കാനാവില്ല മോനെ, സത്യം. കള്ളം കാണിക്കാൻ ശ്രമിച്ചതാ. കള്ളം കാണിച്ച് രക്ഷപ്പെടാൻ ഒന്നിനും എളുപ്പവഴിയില്ലെന്ന് വീണ്ടും തിരിച്ചറിഞ്ഞു. നിങ്ങളോട് ചെയ്ത തെറ്റിന് ശിക്ഷ എന്താണെന്ന് വെച്ച് തരാം. തല്ലരുത്. വേദന ഭയന്നല്ല. ചത്തുപോയാലേ നിങ്ങൾ കുട്ടികൾ പിടിയില്ല. അത് വേണ്ട. എങ്ങോട്ടാ അറിയില്ല. റെയിൽ പാളങ്ങളുണ്ടല്ലോ നീണ്ടു കിടക്കുന്നു. അത് യാത്ര പോകാനും യാത്ര അവസാനിപ്പിക്കാനും രണ്ടിനും പറ്റും. ഏതെന്ന് തീരുമാനിച്ചിട്ടില്ല. ജോയേ, ധാരാ വരുന്നേ നോക്ക്. എന്തായാലും അഡ്വാൻസ് കൊടുത്ത് 5 ഉറുപ്പ്യ തിരിച്ചു കിട്ടിയോ? ഓഹോ, ഞാനാരാ മോൻ. എങ്ങനെയായിരുന്നു രായനിക്ക? സെന്റിന് 7.5 പാർട്ടിക്ക്, 9.5 വിൽപ്പന, 2 ലക്ഷം രൂപ സെന്റിന്, മൊത്തം 65 സെന്റ് സ്ഥലം, 1,30,00,000 ലാഭം. ബലൂണ് പൊട്ടിയ പോലെ ആയില്ലേടാ. തെങ്ങിന്റെ മേലേക്ക് പാഞ്ഞു കയറിയ ചരിത്രമല്ലേ നമ്മക്ക്. കൈക്കും കാലും തളപ്പിട്ട് വളരെ സൂക്ഷിച്ചു വേണം ഓരോ അടിയും കയറാൻ. ആരാ എനിക്ക് ഒരു കച്ചവടത്തിന് ഇറങ്ങുമ്പോ ലാഭം കാണാതിരിക്കും? എല്ലാ കച്ചവടം ഒരുപോലെ നടന്ന ചരിത്രം ഇല്ലല്ലോ ആർക്കും. പിന്നെ റിയൽ എസ്റ്റേറ്റിന്റെ മര്യാദ കേടും. അത് രണ്ടും ഞങ്ങൾ പഠിച്ചത് നിങ്ങളുടെ സ്കൂളിൽ നിന്നല്ലേ. അതൊക്കെ ശരി തന്നെ മോനെ. പക്ഷെ ഇന്ത്യ മഹാരാജ്യത്തെ ചില നിയമങ്ങളൊക്കെ അല്ലേ ഏത് കളിക്കും. എന്റെ രാൻക, ഈ ഇന്ത്യ മഹാരാജ്യം എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ റിയൽ എസ്റ്റേറ്റ് ഡീൽ നിന്നുണ്ടായതല്ലേ. ബ്രിട്ടീഷുകാരുടെ നിന്ന് തിരിച്ചു കിട്ടിയ പ്രോപ്പർട്ടിയുടെ കാര്യസ്ഥാനത്തിന് വേണ്ടിയുള്ള തർക്കമല്ലേ നമ്മൾ 2 മുറിച്ച് 2 പേരിട്ട് 2 പാർട്ടിയുടെ പേർക്ക് രജിസ്റ്റർ ചെയ്ത് പ്രോബ്ലം സോൾവ് ചെയ്തത്. അവിടെ നിന്നാണല്ലോ റിയൽ എസ്റ്റേറ്റ് കച്ചവടത്തിന്റെ കള്ളക്കളികൾ നമ്മൾ പഠിച്ചതും ഇന്നും തുടരുന്നതും. മോനെ, ഈ മൂപ്പരെ സോഷ്യൽ സ്റ്റഡീസ് പഠിപ്പിക്കല്ലേ. എന്നാ എനിക്ക് ഞങ്ങൾ ഇറങ്ങട്ടെ. എന്തെങ്കിലും പൊട്ടുംപൊളിയും കിട്ടുന്ന സംഗതി വന്നാ ഞങ്ങളെ വിളിക്കാൻ മറക്കണ്ട. നമ്മൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും. വാ. ശരി ശരി. ചായ. നേരം വെളുത്തോ നിനക്ക്? മണി ചെയിൻ. ജില്ലാ ജഡ്ജിക്ക് പോയത് 75 ലക്ഷം രൂപ. ഓ, ജില്ലാ ജഡ്ജിക്കും പോയോ? ഈ പൈസയൊക്കെ റിയൽ എസ്റ്റേറ്റിൽ ഇടണ്ട എന്റെ ബോസേ. റിയൽ എസ്റ്റേറ്റിൽ ഇട്ടതിന്റെ ഇരട്ടിന്നും പറഞ്ഞ് ഒരു പാവം വീട്ടനെ പറ്റിച്ചോനാ നീ. അതേത് വീട്ടമ്മ? നിന്നെ പറ്റി ഈ അമ്മ തന്നെ. ഓ, അത്
അതിപ്പോ ഒരു ആവശ്യം വരുമ്പോ തന്നതിന്റെ 3 ഇരട്ടിയായിട്ട് കയ്യിലേക്ക് വെച്ച് തരില്ലേ അമ്മേ. ഇപ്പൊ അത് മാർക്കറ്റിൽ കിടന്ന് ഓടിക്കൊണ്ടിരിക്കല്ലേ. മാർക്കറ്റിൽ കിടന്ന് ഓടാൻ എന്താണ്ടാ? അത് നായ പൂച്ച മറ്റാണോ? എനിക്ക് ലാഭവും വേണ്ട പലിശയും വേണ്ട, എന്റെ മുതലും കിട്ട് കിട്ടിയാ മതിയേ. ഇത് മുതലോ? ഓ മുതല്. ഈ മുതല് എന്ന് പറയുമ്പോ ഒരു 3 ലക്ഷം റുപ്യല്ലേ? ഓ എന്താ പൂച്ച 3 ലക്ഷത്തിനോട്? കുപ്പായത്തിന്റെ കീശ തപ്പിയ 30 ഉറുപ്പ്യ തേച്ചുണ്ടാവില്ലല്ലോ നിന്റേല്. അതിപ്പോ അംബാനിന്റെ കീശ തപ്പിയാലുണ്ടാവില്ല. ഞങ്ങളാരുടെ കയ്യിൽ ക്യാഷ് ക്യാരിയറില്ലല്ലോ. എങ്ങോട്ടടി രാവിലെ തന്നെ സാരിയൊക്കെ ചുറ്റി? എവിടേക്കും ഇല്ല. പിന്നെ ഒന്ന് ഒരുങ്ങി ഇറങ്ങി മാറിണ്ടല്ലോ. ഇന്നല്ലേ അവര് വരുന്നത്? ആര്? അയ്യോ എന്റെ പ്രകാശേട്ടാ, അവര് സതീഷിന്റെ വീട്ടുകാര്. ഓ പെണ്ണ് കാണാൻ. അതിന്നായിരുന്നു. അവര് വരുന്ന പെണ്ണിനെ കാണാനൊന്നും അല്ല, കാര്യങ്ങൾ സംസാരിച്ചൊരു വ്യവസ്ഥയാക്കാനാ ഇന്ന് വെച്ച ഡേറ്റും പിന്നെ മറ്റു കാര്യങ്ങളും. അവർക്ക് അറിയേണ്ടി വരും സ്വർണ്ണം എത്ര, അതിന്റെ പുറം പൈസ എത്ര കൊടുക്കും, ഒക്കെ നീ തന്നെ വേണം സംസാരിച്ചുറപ്പിക്കാൻ. എന്നിട്ട് എന്റെ 3 ഉറുപ്പ്യ അതെന്ന് തരും, അതും കൂടി എന്റെ മോനോടൊന്ന് പറയണം. ആ 3ഉം അതിന്റെ കൂടെ നുള്ളി പെറുക്കി വെച്ചത് എന്താന്ന് വെച്ചാ അതും എല്ലാം കൂടെ ചേർത്തിട്ട് വേണത് നടത്താൻ. സത്യത്തിൽ നിനക്ക് കല്യാണപ്രായം ആയോ? അതിന്റെ മറുപടി നീ എന്നെ കൂടെ പറയിക്കല്ലേ. പോയി കുളിച്ചിട്ട് വേടാ, അവരിപ്പോ എത്തും. കോഴിക്കോട്ട് അങ്ങാടിയിലെ അറിയപ്പെടുന്ന റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറിന്റെ ഏക പെങ്ങളുടെ കല്യാണം അന്തസ്സായിട്ട് നടത്തിക്കൊള്ളൂ കേട്ടോ. റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറിന്റെ പുക കണ്ടിട്ടേ അമ്മയും മോളും അടങ്ങും. സ്വിച്ച് ഓഫ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ദയവായി അല്പസമയത്തിന് ശേഷം വിളിക്കുക. ഇപ്പോഴും സ്വിച്ച് ഓഫ് അമ്മേ. അവനത് ചെയ്യും. കടലിൽ ചാടിയ കാട്ടിൽ പൊന്തുന്നവനല്ലേ. എന്താ വേണ്ടെന്ന് എനിക്കറിയാം. ഈ വീടും പറമ്പും വിറ്റിട്ടായാലും ശരി കല്യാണം ഞാൻ നടത്തും. ബാക്കിയുള്ള നിന്റെ പേരിൽ ബാങ്കിലിട്ടാ മതിയല്ലോ. നയാ പൈസ ഞാൻ അവന് കൊടുക്കൂല. അതൊരു ബെസ്റ്റ് ഐഡിയ ആണ്. പക്ഷെ അമ്മ എങ്ങോട്ട് പോവും? ഞാൻ കാശിക്ക് പോവും. എന്താടി? അതൊരു പഴഞ്ചൻ ഔട്ട്ഡേറ്റഡ് ഡയലോഗ് അല്ലേ അമ്മേ. സ്ഥലം ഒന്ന് മാറ്റി പിടിക്കേ. ഞാൻ കുളിച്ചിട്ട് വരാം, അപ്പോഴത്തേക്ക് തലേർച്ചം വരുമായിരിക്കും. ഇപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്യപ്പെട്ടിരിക്കുന്നു.